ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ലോങ് വീഡിയോ ഷോർട്സൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഏത് ആപ്പിലൂടെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാനത് വീഡിയോയും ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് ആപ്പിലാണ് കേട്ടോ. അതുപോലെ തമ്പനെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് പിക്സാർട്ടിലുമാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻഷോട്ട് ആപ്പ് നമ്മൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം കേട്ടോ. സാധാരണ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന പോലെ തന്നെ വെക്കാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാ ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിട്ട് വരിക. വീഡിയോ, ഫോട്ടോ, കൊലാഗ്സ് ഉണ്ടാവും. നമുക്കിപ്പോൾ വീഡിയോ ആണ് ചെയ്യേണ്ടത്. നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനൊരു ഇത് വരും കേട്ടോ. ന്യൂ, നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചാണ്. അപ്പോൾ ന്യൂ കൊടുക്കാം. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ ഗാലറിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി റെഡിയാക്കാനുള്ള വീഡിയോ ഉണ്ടാവുമല്ലോ, വീഡിയോ ക്ലിപ്സ് ഉണ്ടാവുമല്ലോ. വീഡിയോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ക്ലിപ്സ് ഒരു 5 ക്ലിപ്പൊക്കെയാണ്. നമ്മൾ 5ഉം ഓർഡർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഫോട്ടോ നമുക്ക് ആ വീഡിയോ വേണ്ടത് അതുപോലെ തന്നെ ഓർഡർ തന്നെ ഓരോ ക്ലിപ്പും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഒറ്റ ക്ലിപ്പ് മാത്രമേ ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൂ. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ടിക്ക് മാർക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഇത് വരും കേട്ടോ, ഇൻഷോട്ട്. ഓക്കെ, ഞാൻ ഒറ്റ ക്ലിപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നിങ്ങൾക്കിപ്പോൾ വീഡിയോ വലിയ ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ ഒരു 5 ക്ലിപ്പെങ്കിലും ഉണ്ടാവുമല്ലോ കട്ട് ചെയ്തെടുത്തത്. അത് നമുക്ക് ഓരോന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണാം. ആദ്യം തന്നെ ഞാൻ സൈസ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ആണല്ലോ. അപ്പോൾ ലോങ് വീഡിയോക്ക് 16.9 ആണ് കേട്ടോ. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഷോർട്സിൻ്റെ സൈസാണ്. 9.16 കാണിക്കുന്നത്. നമുക്ക് ഷോർട്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ലോങ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലോങ് വീഡിയോക്ക് 16.9 സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സൂം ഔട്ട് ഓപ്ഷനും ഉണ്ട്. നമുക്ക് എത്ര ഫുള്ളായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല ഹാഫായിട്ട് മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോൻ്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഓർഡർ തന്നെ പോവാം കേട്ടോ. കാരണം ഞാനിപ്പോൾ എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഓഡിയോ കൊടുക്കുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓഡിയോ സെക്കൻഡ് ഓപ്ഷൻ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓൺ വോയിസ്, ഇതിൽ വോയിസ് ക്ലിപ്പ് ഇത് കാണിക്കുന്നുണ്ടോ, മ്യൂട്ട്. അപ്പോൾ നമ്മുടെ ഓൺ വോയിസ് തന്നെയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മളത് മ്യൂട്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ 5 ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് മ്യൂട്ടാക്കി കൊടുക്കാം. ഇല്ല, ഇപ്പം ഞാനത് ഒറ്റ ക്ലിപ്പ് ആയതുകൊണ്ട് ആ ഒന്ന് സെലക്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് മ്യൂട്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് ഓൺ വോയിസിൻ്റെ ആണ്. ഞാൻ ആ വോയിസ് എഫക്റ്റ് എടുത്തതിന് ശേഷം, റെക്കോർഡ് എടുത്തതിന് ശേഷം നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വോയിസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഒരു കൗണ്ട് ഡൗൺ വരും. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ല, നമുക്ക് ആ ഒരു ക്ലിപ്പിൽ മാത്രം വോയിസ് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ ആ ഒരു വീഡിയോസിലെ വോയിസ് തന്നെയാണ് വേണമെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ല, നമുക്ക് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വോയിസ് റെക്കോർഡ് കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ വോയിസ് തന്നെ വരും. അതിന് മുമ്പായിട്ട് നമ്മുടെ ആ വോയിസ് മ്യൂട്ട് ചെയ്യണം കേട്ടോ. വോളിയം എത്ര ക്ലിപ്പാണോ ഉള്ളത് അത് കുറച്ച് കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഓൺ വോയിസ് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ ആ ഓർഡറിൽ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാനാണെങ്കിൽ ഫുൾ എഡിറ്റ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്, വോയിസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അടുത്തത് സ്റ്റിക്കർ ഓപ്ഷനാണ്. സ്റ്റിക്കർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം അതായത് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ലൈക്കും ഷെയറും അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ബാർ ഞെക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതാ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇങ്ങനെ. ഇത് നമുക്ക് വീഡിയോയുടെ ക്ലിപ്പിൻ്റെ ഏത് ഭാഗത്താണ് വേണ്ടത് അവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സൈസ് നോക്കിയിട്ട് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, ഇല്ല വലുതാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്തും സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് സേവായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് നോക്കിയിട്ട് വീഡിയോ കണ്ടിന്യൂസ് വേണം അങ്ങനെ കൊടുക്കാം, ഡ്രാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ടിക്ക് കൊടുക്കാം. ഞാനങ്ങനെ അത് യൂസ് ചെയ്യാറില്ല കേട്ടോ.
പിന്നെ ടെക്സ്റ്റാണ് കേട്ടോ. ടെക്സ്റ്റ് നമുക്ക് അറിയാമല്ലോ, ക്യാപ്ഷൻ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാം. ഇതിലുള്ള പല ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പം ഇതിനേക്കാളും നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇത് വീഡിയോ കാണാണ്ട് സ്കിപ്പ് അടിച്ച് പോയിക്കോളൂ. പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ. അതായത് ഞാനും ഇത് ഒരു ബിഗിനർ ആയിരുന്നു. അപ്പോൾ എനിക്കും ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് എൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇഫക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, ഫിൽറ്റർ ചെയ്ത് ഏത് ഫിൽറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റ് മാറ്റാം എന്നുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമുക്ക് നോക്കട്ടെ. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ തന്നെ കളർ, നമ്മൾ വീഡിയോ ചിലപ്പോൾ ക്ലാരിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിലോ കളർഫുള്ളോ ഒക്കെ ആക്കിയിട്ട് നമ്മുടെ വീഡിയോ സൂപ്പറായിട്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഓപ്ഷൻ പറയുകയാണെങ്കിൽ PIP ഓപ്ഷൻ കണ്ടോ, പിപ്പ് ഓപ്ഷൻ കണ്ടോ, അത് ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ സൈഡിലായിട്ട് നമുക്കിപ്പം എന്താ പറയുക, റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അവരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു ഇതിൽ സൈഡിലൊരു കോർണറിലായിട്ട് അവരുടെ ക്ലിപ്പ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ആ ലിസ്റ്റ് സൈഡിൽ കൊടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കാറുണ്ട് കേട്ടോ, ഇതൊക്കെ എങ്ങനെ ഇവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അവർ ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള ട്രിക്കാണിത്. അത് നമുക്ക് സൂം ഔട്ട് സൂം ഇനൊക്കെ ചെയ്തിട്ട് ഏത് കോർണറിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്ലിപ്പ് ഏത് വീഡിയോയുടെ മുന്നിലാണ് അത് വരേണ്ടത്, അതൊക്കെ നമുക്ക് അതുപോലെ സെറ്റാക്കി കൊടുക്കാം. ഇത് നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം, വീഡിയോ കഴിഞ്ഞിട്ടാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്ക് അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഒരു ഫോട്ടോ, ഇപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ വരുമ്പോൾ അതിനിടയ്ക്ക് അത് കാണിക്കണം. ഇപ്പോൾ നമ്മൾ ഒരാളെ കാണാറില്ലേ, ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാമെന്നൊക്കെ പറയാറില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ ഇതിൽ കൊടുക്കാമെന്ന് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും അത് സെറ്റാക്കിയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീകട്ടാണ്. പ്രീകട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പ്രീകട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കിപ്പം വീഡിയോയുടെ ഒരു ക്ലിപ്പ് ആ ഒരു ക്ലിപ്പ് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് വേണ്ട എന്നാണെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പ്രീകട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ അത് വീഡിയോ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തുള്ള വീഡിയോ വേണ്ട എന്നാണെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് കട്ടായിട്ട് ബാക്കി സേവായിട്ട് കിട്ടും. ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായി, അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷൻ പറയുന്നത് സ്പ്ലിറ്റാണ്. സ്പ്ലിറ്റും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ 2 വീഡിയോ ആയിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ആ വീഡിയോ വേണ്ടെന്നാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് വോളിയം ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ക്ലിപ്പ് ഫുള്ളായിട്ട് നമുക്ക് മ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഓൺ വോയിസ് കൊടുക്കുമല്ലോ, ആ സമയത്ത് നമ്മളിത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏത് ക്ലിപ്പാണോ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് വോളിയം നമുക്ക് കുറച്ച് കൊടുക്കാം, കുറച്ച് നല്ല ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൻ്റെത്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കളറായിട്ടുള്ളത് കൊടുക്കാം, പിന്നെ അതുപോലെ പോർട്രേറ്റ് മോഡൽ കൊടുക്കാം. പിന്നെ നമുക്കിഷ്ടമുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനത് വോളിയത്തിൻ്റെതാണ്, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കൊടുക്കാമെന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കളർ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലറായിട്ട് അങ്ങനെ കൊടുക്കാം. ഇതിപ്പോൾ പോർട്രേറ്റ് ആ മോഡലാണ്. നമുക്ക് ഇപ്പോൾ ഷോർട്സിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് യൂസ്ഫുള്ളായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോങ് വീഡിയോ ഒക്കെ അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെലക്ട് ചെയ്ത് കൊടുക്കാറില്ല. പക്ഷേ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. തമ്പനെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. അടുത്തത് നമ്മുടെ സ്പീഡാണ്. നമുക്കിപ്പോൾ ഒരു 5 ക്ലിപ്പാണ് ഉള്ളതെങ്കിൽ ആ 5 ക്ലിപ്പിൽ നമുക്കിപ്പോൾ സ്പീഡ് സ്ലോ മോഷനായിട്ട് കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പീഡായിട്ട് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒറ്റ ക്ലിപ്പായതുകൊണ്ട് ഒറ്റ ഇതിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം സ്പീഡ് വേണം എന്നുള്ളത് അങ്ങനെ കൊടുക്കാം. സ്ലോ ആയിട്ടാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ എന്നിട്ട് ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ വരും. പിന്നെ അടുത്തത് ആനിമേഷനാണ്. ആനിമേഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ആനിമേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്കിത് എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ അടുത്തത് വരുന്നത് AI കട്ടാണ്. AI കട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് ഫസ്റ്റ് ടൈം മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ക്രോപ്പാണ് വരുന്നത്. ക്രോപ്പ് വരുന്നത് നമ്മൾ ഓൾറെഡി സൈസ് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ല നമുക്ക് വേണമെന്നാണെങ്കിൽ നമുക്ക് ആ ക്രോപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കട്ടൗട്ട് വരുന്നത് കേട്ടോ. കട്ടൗട്ട് വരുന്നത് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നത് വീഡിയോയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് തമ്പനെയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഫോട്ടോ മാത്രമായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ക്യാപ്ഷനിൽ സൈഡിലൊക്കെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് കട്ടൗട്ട് ചെയ്യാൻ എടുക്കും. അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഫോട്ടോയുടെ ഔട്ട്ലൈൻ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാനാണ് ഈ കട്ടൗട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് എങ്ങനെ എഡിറ്റ് ചെയ്ത് കാണിച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതിൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ, അത് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത പോലെ തന്നെ ഇത് വേണ്ട, അതിനൊരു കോർണർ അല്ലെങ്കിൽ ഒരു ബോർഡർ കൊടുക്കണം എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അതിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ഓരോ ആപ്പിലും വ്യത്യസ്തമായിരിക്കും. ഇതിൽ ഞാൻ സ്ട്രോക്ക് ബോർഡർ എന്നാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന തമ്പനെയിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പം യൂസ് ചെയ്യാൻ പറ്റുകയാണ്. വീഡിയോയിൽ നമുക്കത് ആവശ്യം വരുന്നില്ല. ഞാൻ കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൽ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വോയിസ് എഫക്റ്റ് അതുണ്ട്. ബാക്കിയുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. വോയിസ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഓൺ വോയിസ് വേണ്ട, അത് കിഡ്സിൻ്റെയൊക്കെ വോയിസാണ്. പിന്നെ കിഡ്സ്, ഫീമെയിൽ, മെയിൽ, പിന്നെ AI അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിൽ വരുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളവർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓൺ വോയിസ് കൊടുക്കുന്നതല്ല, ആ ഒരു സൗണ്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, പിന്നെ റൊട്ടേറ്റ് ഉണ്ട്. അതിൻ്റെ ഒന്നും പിന്നെ ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ളതൊന്നും നമുക്ക് അങ്ങനെ വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റിയതല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. റിവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ. ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ എഡിറ്റ് ചെയ്ത പോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഫിൽറ്റർ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ ഏത് വേണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ നമ്മുടെ ഇഷ്ടം പോലെ, അത് അവരവരുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത്. പിന്നെ ഇതാ നമ്മൾ ഫസ്റ്റ് പ്ലസ് ഐക്കൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകും. അതിൽ നമുക്കിപ്പോൾ ഫ്രണ്ടിലോ അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം നമുക്കിപ്പോൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ താങ്ക്സ് എന്ന് ഓരോ ഓപ്ഷനൊക്കെ കൊടുക്കുന്നില്ലേ, ഫോട്ടോ കൊടുക്കുന്നില്ലേ, നമ്മുടെ വീഡിയോയുടെ അവസാനം താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ആ പ്ലസ് ഐക്കൺ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ന വീഡിയോയും കൂടി ആഡ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗാലറിയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അവിടത്തേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് എന്നുള്ള പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, വീഡിയോയുടെ അവസാനമാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോയുടെ അവസാനം വെച്ചിട്ട് സബ്സ്ക്രൈബ് കൊടുക്കാം. പിന്നെ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയും ലെങ്ത്ത് വേണ്ടതാണെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചെറുതാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എവിടെ വേണമെങ്കിൽ ചെയ്യാം, ഫ്രണ്ടിലും ബാക്കിലും. അതുപോലെ നമ്മൾ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അറ്റം തൊട്ട് ഫസ്റ്റും ലാസ്റ്റും ആയിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത്തായും തോന്നും കേട്ടോ. നമുക്ക് ലെങ്ത്തായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. കുറച്ച് സ്കിപ്പ് അടിക്കാതെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് അങ്ങനെ കണ്ടിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പഠിച്ചത് തന്നെ. നമുക്ക് വീഡിയോ ലെങ്ത്തായി പോയി പെട്ടെന്ന് തന്നെ തീർക്കണം, അങ്ങനെ നമ്മൾ എഡിറ്റിങ്ങിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തായിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ബൈ ബൈ.